ഹലോ, ഇത് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള കുരിശുപള്ളിയിൽ പെരുന്നാളാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള വിശേഷങ്ങളും അതല്ലാണ്ട് ഞങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഇതിപ്പോൾ വൈകുന്നേരം ഞങ്ങൾ പാലൊന്നും ഇല്ലാത്തതുകൊണ്ട് പാലൊക്കെ മേടിക്കാനായിട്ട് കടയിലോട്ട് പോവുകയാണ്. പിന്നെ കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കണം. അപ്പോൾ ഇത് പുതിയതായിട്ട് പൂവായതാണ് കേട്ടോ. മാറ്റി നട്ടപ്പോൾ പുതിയതായിട്ട് പൂവായതാണ്. കുരിശുപള്ളി അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. രാത്രിയാണ് കാണാനായിട്ട് ഭംഗി. രാത്രിയാണ് കേട്ടോ പ്രദക്ഷിണമൊക്കെ ഉള്ളത്. അപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് ചെണ്ടയൊക്കെ ഇതൊക്കെ കൊട്ടി ഒക്കെ അടിപൊളിയായിരിക്കും. അപ്പോൾ രാത്രിയിൽ ഞാൻ കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ കടയിൽ പോവാണ്. കടയിൽ പോയപ്പോഴത്തേക്കും നല്ല റോസാപ്പൂ ഇങ്ങനെ വിരിഞ്ഞിരിക്കുകയാണ്. കുട്ടിക്ക് അത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പറിച്ചില്ല. അങ്ങനെ ചെടിയിൽ നിൽക്കുന്ന കാണാനല്ലേ ഭംഗി, അതുകൊണ്ട് പറിച്ചില്ല. അത് കഴിഞ്ഞിട്ട് ഇതാ നോക്കൂ, കോളാമ്പി. അതിനുശേഷം നമ്മുടെ പച്ചമാങ്ങ പച്ചമാങ്ങയും കൂടി ഉണ്ട് ഗായ്സ്. പിന്നെ നമ്മുടെ നല്ല ചുവന്ന കളറുള്ള തെച്ചിപ്പൂവ്. ഇവിടെ എവിടെ നോക്കിയാലും റബ്ബർ തോട്ടങ്ങളാണ്. കുറേ റബ്ബർ തോട്ടങ്ങളുണ്ട്, കുറേ പാടമുണ്ട്. അങ്ങനെ നമ്മൾ കടയെത്തി ഗായ്സ്. മെയിനായിട്ട് മീനച്ചാറ് മേടിക്കണമായിരുന്നു. എനിക്ക് കുറേ നാളായി മീനച്ചാറ് കഴിച്ചിട്ട്. ചെമ്മീൻ്റെ പടം ഉണ്ടെന്ന് മാത്രം. പക്ഷേ ഇത് മറ്റേ ചൂരയാണോ കേരയാണോ എന്നറിയില്ല. നല്ല മുറിച്ച മീനിൻ്റെ നല്ല അച്ചാറാണ്. ഈ അച്ചാർ ഞാൻ പണ്ട് മുതലേ മേടിക്കണതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ അച്ചാർ മാത്രം മതി ചോറ് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ അച്ചാർ മേടിച്ചു. പിന്നെ സൊസൈറ്റി പാൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് സൊസൈറ്റി പാൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ, ഇപ്പം തന്നെ വരും സൊസൈറ്റി പാലെന്ന് പറഞ്ഞു. അങ്ങനെ പിള്ളേരൊക്കെ കസേരയൊക്കെ കിട്ടി. പിള്ളേരങ്ങനെ കയറി ഇരിക്കുകയാണ് ഗൈസ്. ഫാൻ കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ. പിന്നെ പിള്ളേരെ എഴുന്നേറ്റ് മാറിയപ്പോഴത്തേക്കും ഞാൻ കയറി ഇരുന്നു കസേരയിൽ. എന്തായാലും സൊസൈറ്റി പാൽ വരാനായിട്ട് വൈകും. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. അങ്ങനെ കുറച്ച് ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ സൊസൈറ്റി പാൽ വന്നു കേട്ടോ. വന്നപ്പോൾ തന്നെ ഞാൻ എടുത്തു. ചൂടോടെ സൊസൈറ്റി പാൽ അങ്ങോട്ട് എടുത്തു. അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു. ഇനി മില്ലിലും കൂടി കയറണം. കാരണം ഗോതമ്പ് പൊടി കൂടി മേടിക്കണം. അവിടെ ശുദ്ധമായ ഗോതമ്പ് പൊടി പൊടിച്ച് കിട്ടും. അപ്പോൾ മില്ലിലും കൂടി കയറിയിട്ട് വേണം ഗോതമ്പ് പൊടി മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ. അങ്ങനെ ഞങ്ങൾ കുരിശുപള്ളിയുടെ അവിടെ എത്തി. കുരിശുപള്ളിയുടെ തൊട്ടടുത്താണല്ലോ നമ്മുടെ മില്ല്. അപ്പോൾ മില്ലിലൊക്കെ എത്തി. ഗോതമ്പ് പൊടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ചേട്ടന്മാർ അവിടെ പാട്ടിൻ്റെ സംഭവമൊക്കെ സെറ്റ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പാട്ടൊക്കെ വെക്കണമല്ലോ, അടിച്ച് പൊളിക്കണമല്ലോ ഗൈസ്. പിന്നെ മില്ലിൽ കയറുന്നത് മാത്രം നിങ്ങൾ കണ്ടോളൂ. പക്ഷേ ഗോതമ്പ് പൊടി മേടിച്ചത് കണ്ടില്ലല്ലോ. ഇതാ കണ്ടോളൂ, പിള്ളേരുടെ കയ്യിൽ കണ്ടോളൂ. ഗോതമ്പ് പൊടി 1 കിലോത്തിൻ്റെ പാക്കറ്റിന് 60 രൂപ. നല്ല ശുദ്ധമായ ഗോതമ്പ് പൊടി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ചെയ്തെന്താ, വൈകുന്നേരം ഞാൻ നേരത്തെ ചായ കുടിച്ചുകൊണ്ടിരുന്ന ആളാണ്. പാലില്ലാത്തതുകൊണ്ട് ലേറ്റായിപ്പോയി ഗായ്സ്. അങ്ങനെ ചായ കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു, പിള്ളേർക്ക് നൂഡിൽസിന് വേണ്ടി പിള്ളേർ വെയിറ്റ് ചെയ്യായിരുന്നു. പിള്ളേർക്ക് ഞാൻ ചായ കൊടുക്കാറില്ലല്ലോ. അപ്പോൾ പിള്ളേർ കുറച്ച് സോസ് കയ്യിലിട്ട് കൊടുത്തപ്പോഴത്തേക്കും ഞാൻ കിസാൻ്റെ സോസ് മേടിച്ചിട്ടുണ്ടായിരുന്നു, കെച്ചപ്പ്. അപ്പോൾ കുറച്ച് ഞാൻ പിള്ളേരുടെ കയ്യിലിട്ട് കൊടുത്തു. അങ്ങനെ ഞാൻ ആസ്വദിച്ച് ചായയൊക്കെ കുടിച്ചു. അതിന് ശേഷം എന്ത് ചെയ്തു, നൂഡിൽസ് ഉണ്ടാക്കി. എനിക്ക് ഈ നൂഡിൽസാണ് ഇഷ്ടം, ഭയങ്കര ഇഷ്ടമാണ്. ക്യാരറ്റും ബീൻസൊക്കെ ഉണ്ടാവും, ഇടയ്ക്ക് ക്യാബേജും കിട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി ഞാൻ എൻ്റെ പിള്ളേർക്ക് കൊടുത്തു ഗൈസ്. പിന്നെ ഞാനും കഴിച്ചു. പിന്നെ ആദർശനും കുറച്ച് മാറ്റിയൊക്കെ വെച്ചായിരുന്നു. എപ്പോഴൊന്നും കഴിക്കേണ്ട, പക്ഷെ വല്ലപ്പോഴൊക്കെ കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. എപ്പോഴും കഴിക്കാണ്ടിരുന്നാൽ മതി കേട്ടോ ഗൈസ്. നൂഡിൽസ് ഉണ്ടാക്കി കഴിഞ്ഞതും ആദർശം പണി കഴിഞ്ഞ് വന്നായിരുന്നു. പെയിൻറ്റിങ് പണിയായിരുന്നു. അപ്പോൾ പണി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ആദർശനും കൊടുത്തു. ചായ വെച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആഴ്ച കുറച്ച് നേരം പിള്ളേരൊക്കെ ആയിട്ട് കളിക്കണമായിരുന്നു. പിന്നെ ഞാൻ ചായയൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്കും കരണ്ടും പോയി ഗൈസ്. ആഴ്ചന് കട്ടൻ ചായ വെച്ചു. അങ്ങനെ ആഴ്ച ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കോള് വന്നു. ഓട്ടം പോകാനാണ്. അപ്പോൾ ആഴ്ചന് ഓട്ടം ഉണ്ടല്ലോ, അപ്പോൾ ഓട്ടവും പോവും. അപ്പോൾ അങ്ങനെ പുള്ളി ഓട്ടം പോയേക്കാണ്. ഞങ്ങളിവിടെ റെഡിയായി. ഞാനും പിള്ളേർ മാത്രമാണ്. ഇപ്പോൾ കുരിശുപള്ളി വീടിനടുത്താണല്ലോ അവിടെ പോണത്. അവിടെ രാത്രിയിലാണ് കാണാനൊക്കെ ഭംഗി. രാത്രിയാണ് പരിപാടി. അപ്പോൾ പൊക്കത്തുള്ളൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചി വിളിക്കും. അപ്പം അങ്ങോട്ട് ചെന്നാൽ മതി. അങ്ങനെ ആ ചേച്ചി വിളിച്ചു. ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. പൊന്നൂസിന് ചെരുപ്പിട്ട് തന്നോ എന്ന് ചേച്ചി ചോദിച്ചു. അപ്പോൾ കലിപ്പിൽ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കണേണ്. പാവം ചേച്ചിയാ. പക്ഷെ പൊന്നൂസ് മാത്രമേ ചേച്ചി കുറുമ്പ് കാട്ടാറുള്ളൂ. ചേച്ചി ഭയങ്കര പാവമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പൊന്നൂസിനേക്കാളും വലിയ ഉടുപ്പിട്ടിട്ടാണ് പൊന്നൂസ് പോണത്. കാരണം ചേച്ചിക്ക് ഇടാൻ വേണ്ടി എടുത്ത് വെച്ച ഉടുപ്പാണ്. ചേച്ചിയുടെ ഉടുപ്പായിരുന്നു. പൊന്നൂസ് എടുത്തിട്ട് വാശി കാട്ടിയിട്ട് ഞാൻ ഇട്ടോട്ടായിരുന്നു അങ്ങോട്ട് വിചാരിച്ചു. ഞാൻ പിന്നെ മാറ്റാനൊന്നും പോയില്ല. അങ്ങനെ ഞങ്ങൾ കുരിശുപള്ളി എത്തി.
ഞങ്ങളുടെ ഈ ഇറക്കത്തിൽ ലൈറ്റൊക്കെ പുതിയതായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമില്ല, പേടിയൊന്നുമില്ല. ഇല്ലെങ്കിൽ ആദർശിനോട് നിൽക്കാൻ പറഞ്ഞേനെ ഞാൻ. അല്ലെങ്കിൽ ആ ചേച്ചിനെ വിളിച്ചാൽ ആ ചേച്ചി താഴോട്ട് ഇറങ്ങി വന്നേനെ. എനിക്ക് പേടിയാ, പാമ്പല്ലേ, പാമ്പുണ്ട് ഗായ്സ്. അപ്പോൾ ഞങ്ങളങ്ങനെ കുരിശുപള്ളി എത്തി. ഇനി ഞാൻ വെറുതെ വർത്തമാനം പറഞ്ഞ് വെറുതെ ബോറടിപ്പിക്കുന്നില്ല. ഇനി കാഴ്ചകളും പാട്ടുകളും പ്രാർത്ഥനകളൊക്കെ നിങ്ങളും കൂടി കേട്ടോളൂ. ഇനി ഞാൻ കുറച്ച് നേരം സൈലൻ്റായിട്ടിരിക്കാൻ പോവാണ്. അപ്പോൾ കണ്ടോളൂ കേട്ടോ. തിരുവഴി തേടിയണഞ്ഞിടുന്നു പാപികൾ ഞങ്ങളോട് നമ്മൾ ചെയ്യണമേ തിരുസവിധി വരങ്ങൾ സദനം ഒരു
കാലുകൾ അവ പാതയേറ്റു പറഞ്ഞ് അറിവോടെ നീ ചൊരിയുന്ന അനുഗ്രഹമേ കൃപകൾ ദാനങ്ങളായി അവയെ മാറ്റേണമേ അങ്ങേ ഇവർക്ക് മനസ്സിനാശ്വാസം നൽകി സഹദാ എല്ലാം കഴിഞ്ഞ് നേർച്ചയും കിട്ടി. എന്നിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. ഈ കുത്തനെയുള്ള ഇറക്കം കട്ട് ഇറങ്ങണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ റോട്ടിൽ അതായത് ഇറക്കത്തിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല, പേടിയൊന്നുമില്ല. ഞങ്ങളങ്ങനെ ഇറങ്ങുകയാണ് ഗായ്സ്. ഞങ്ങൾ എന്നിട്ട് വീടെത്തി. ഞങ്ങൾക്ക് 3 പേർക്കും 3 നേർച്ചപ്പൊതി കിട്ടി. ഞങ്ങളതിപ്പോൾ പൊട്ടിക്കോ ഇല്ല, ആദർശ് ഓട്ടം പോയേക്കല്ലേ. അപ്പോൾ ആദർശ് വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യും. ആദർശ് വന്നിട്ട് ഈ നേർച്ച ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കഴിക്കും. ഞങ്ങളങ്ങനെ പുറത്ത് വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ആദർശ് വന്നു. ഓട്ടോ മിന്നി വരുന്നത് കണ്ടോ? അങ്ങനെ ആദർശ് എത്തി ഗൈസ്. അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കണം കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് കൊക്കറികൾ കാട്ടണതാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞങ്ങൾക്ക് 3 പേർക്കും കൂടി കിട്ടിയ നേർച്ച. എന്തോ തേങ്ങയൊക്കെ ഇട്ട ഒരു അപ്പം, 3 അപ്പം കിട്ടി. 3 പേർക്ക് 3 അപ്പവും കിട്ടും. പിന്നെ ചിക്കൻ്റെ എന്തോ കറിയും. ഇതാണ് കേട്ടോ കിട്ടിയത് നേർച്ച. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് കഴിക്കാൻ പോവാണ് ഗായ്സ്. അപ്പോൾ കുരിശുപള്ളിയിലെ പെരുന്നാൾ വിശേഷങ്ങളും നേർച്ച വിശേഷങ്ങളും പിന്നെ ഞങ്ങളുടെ വൈകുന്നേരത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ.